വേണ്ട ബാലു, അനക്കൊന്നും തോന്നരുത്. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയാണ് മോനെ. നമ്മൾ അറിയാതെ നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെ കൈവിട്ടു പോയൊരു കളിയായി പോയി ഇത്. പോട്ടെ. പൊന്നേടെ എടുക്ക. ബാക്കി പൊന്നേടെ ഇത് 8 കിലോ അല്ലേ ഉള്ളൂ? അല്ല സാറേ, അത് പോലീസിനെ കണ്ടപ്പോ ബാഗ് ജസ്റ്റ് ഒന്ന് നോക്കാനേ പറ്റുള്ളൂ. ജോർജ്, എന്നോട് ഞാൻ പറഞ്ഞതിന് കളി വേറെ കളിക്കരുതെന്ന്. ഏടന്റെ ബാക്കി 10 കിലോ സ്വർണ്ണോ? അയ്യോ രാജൻ സാറ് ചൂടാവല്ലേ, അതിനുള്ള ഉത്തരം ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ഒരു 2 മിനിറ്റ് ഇതാ വന്നു. ഹലോ, ചാക്കോ, ഓനിപ്പോ ഇങ്ങോട്ട് വരണ്ടെന്നാ പറയണ. വരും സാറേ, ഉറപ്പായിട്ടും വരും. അവൻ ജയിലിൽ പോയ കഥ മാത്രമല്ലേ സാറിനറിയൂ? എന്തിനാ പോയെന്നറിയൂ? 13-ാം വയസ്സിൽ എന്നെ സ്കൂളിൽ വെച്ച് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച സാറിനെ കുത്തി കൊലപ്പെടുത്തിയതിന്. പോലീസുകാരവന് 3 ദിവസം ഇഞ്ചി ചതക്കുന്ന പോലെ ചതച്ചു. പട്ടിണി കിട്ടും, ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. എന്നിട്ടും കൊല ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അവൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ പേര് പുറത്തു വരാതിരിക്കാൻ. പതിമൂന്നാം വയസ്സിൽ എനിക്ക് വേണ്ടി അത്രയൊക്കെ അവൻ ചെയ്യുമെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അവൻ ഏതറ്റം വരെ പോകുന്ന സാറിന് ഊഹിക്കാൻ പറ്റുമോ? Shake the body up, move your body up, shake the body up, move your body up.
സാറേ ഇത് പഴയ കാലമല്ല, കൊട്ടേഷന്റെ കൂലി ഗൂഗിൾ പേ ചെയ്യുന്ന കാലമാണ്. ഉറക്കം ഒഴിഞ്ഞിരുന്ന് സാറ് ഈ കളി മുഴുവൻ കളിച്ചത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത കോർട്ടിലാണ്. ചാക്കോ സാർ വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്നത് ഈ കളി കാണാനാണെന്നാണോ സാർ വിചാരിച്ചത്? ഈ കളി രാജൻ സാർ തോക്കുന്നൊന്നും നേരിട്ട് കാണാൻ വേണ്ടി തന്നെയാണ്. സാറിന് പറയേണ്ട സാറിൻ്റെ 10 കിലോ സ്വർണം എവിടെ പോയെന്നല്ലേ? നാട് മുഴുവൻ സ്വർണ്ണം അന്വേഷിച്ച് നടന്നപ്പോൾ സാറ് നോക്കാൻ വിട്ടുപോയൊരു സ്ഥലമുണ്ട്, സാറിൻ്റെ വീട്. ഗോൾഡ് സാറിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് സാറേ. സാറേ ഞാനത് അവിടെ ഇങ്ങനെ കെറ്റിയെന്നല്ലേ, അത് ഞങ്ങൾ ഈ പുതിയ പിള്ളേരുടെ പരിപാടി സാറിനെ കൊണ്ട് പിടിയിട്ടാഞ്ഞിട്ടാ. എന്റെ ഫുഡാ, ഞാൻ ഓർഡർ ചെയ്ത. അയ്യോ സാറ് വിഷമിക്കണ്ട, സാറിന്റെ ഒരു തരി സ്വർണം പോലും ഞങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. സാറ് ചാക്കോ സാറിന് കൊടുത്ത് ചാക്കോ സാർ സ്റ്റേഷനിൽ വെച്ച 2 കിലോ സ്വർണം ഉണ്ടല്ലോ, അത് ഞാൻ കമ്മീഷണറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറേ ബെന്നി സാറ് കൊടുത്തയച്ച 2 കിലോ സ്വർണം, ഞങ്ങൾ ബാഗിൽ കൊടുത്തുവിട്ട 8 കിലോ സ്വർണം, പിന്നെ സാറിൻ്റെ വീട്ടിലെത്തിയ 10 കിലോ സ്വർണം. കണക്ക് ശരിയാണല്ലോ അല്ലേ? ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സാറിൻ്റെ സ്വർണം മുഴുവൻ 1 ഗ്രാം പോലും ഇടാതെ ഞാൻ തിരിച്ചു തരാമെന്ന്. എന്നാ പിന്നെ ഇറങ്ങട്ടെ സാറേ, അപ്പനടിക്കണതിന് മുമ്പ് വീട്ടിലെത്തണം. സാറ് പേടിക്കണ്ട, സാറിനുള്ള ഗിഫ്റ്റ് പ്രാഞ്ചിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. സ്വർണ്ണക്കടത്ത് കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മന്ത്രി രാജൻ കുറുപ്പിനെ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ശരണ്യ വർമ്മ, DYSP ചാക്കോ ചെറിയാൻ തുടങ്ങി നിരവധി പേരാണ് കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്.